ക്യാമ്പസിൽ KSU MSF മാർച്ച് അക്രമാസക്തമായി കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ? MS മാർച്ചാണ് ഇന്ന് ഈ സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് നടന്നത്. അത് KSUവിന്റെ ഉപവാസ സമരം ദിവസങ്ങളായി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് അവസാനിപ്പിച്ചുകൊണ്ട് KSU പ്രവർത്തകർ കോളേജിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ MSFും അതേ തുടർന്ന് KSUവും പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. സംഘടിതമായി കല്ലും അതുപോലെ തന്നെ വടികളുമായി ഇവർ എത്തുകയും പോലീസിന് നേരെ കല്ലേറ് ആരംഭിക്കുകയും ചെയ്തു. തുടർച്ചയായുള്ള പ്രകോപനങ്ങളിലാണ് പോലീസ് ലാത്തി വീശിയത്, അതോടൊപ്പം ജലവീരയ്ക്ക് പ്രയോഗിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പിന്തിരിഞ്ഞുപോയ പ്രവർത്തകർ എന്നാൽ പിന്നീട് വീണ്ടും സംഘടിച്ചെത്തിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം രൂക്ഷമായ കല്ലേറാണ് ഇപ്പോഴും ഈ ക്യാമ്പസിൽ നടക്കുന്നത് പോലീസിന് നേരെ. ചില പോലീസുകാർക്ക് ഈ കല്ലേറിൽ പരിക്കേൽക്കുകയും മറ്റും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പ്രവർത്തകർക്ക് മുമ്പ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റു അവരെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് മാറ്റി ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിന് അടിസ്ഥാനപരമായ സംഭവം പോലീസിനെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആസൂത്രിതമായ ഒരു കല്ലേറായിരുന്നു. ആ കല്ലേറ് ഇപ്പോഴും തുടരുന്നു. ഏതായാലും പ്രവർത്തകർ ഇപ്പോഴും സംഘടിച്ചെത്തി ഇവിടെ പ്രകടനം മറ്റും നടത്തുകയാണ്. ടി സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തി കോളേജിന്റെ പരിസരത്ത് സംഭടിച്ച് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. അനൂപ്, അതുപോലെ തന്നെ ഇപ്പൊ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, വളരെയേറെ അക്രമാസക്തമായ രീതിയിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരുടെയും പെരുമാറ്റം. ഇത്തരത്തിൽ മാർച്ച് അക്രമാസക്തമാക്കണമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് തന്നെയായിരുന്നു രാവിലെ മുതൽ ഇവരുടെ മാർച്ചും കാര്യങ്ങളുമെല്ലാം. KSUവിന്റെ ഉപവാസ സമരം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് അത്തരത്തിലുള്ള ഒരു സമര രീതിയിൽ നിന്ന് KSU അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണ് നമുക്കതിനെ കാണാൻ കഴിയുക. അതായത് അവർ ഇന്ന് ഉപവാസം അവസാനിപ്പിക്കുകയും ഒരു പ്രകടനം എന്ന രീതിയിൽ കോളേജ് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ദേശീയപാത 766 റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായി അത് മാറ്റിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ക്യാമ്പസിനകത്തുണ്ടായി. പോലീസ് പ്രവർത്തകരെ ഇപ്പോൾ ക്യാമ്പസിന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ സംഘടിതമായിട്ടുള്ള ഒരു ആസൂത്രിത ശ്രമം KSUവിന്റെയും MSFിന്റെയും ഭാഗത്തുനിന്നുണ്ടായി. അവർ യോജിച്ചാണ് ഇവിടേക്ക് എത്തിയതും ഈ രീതിയിൽ പ്രതിഷേധം ആരംഭിച്ചതും. ഉപവാസ സമരം അവസാനിപ്പിച്ച് അത് പ്രതിഷേധ സമരമായി, ഒരു അക്രമാസക്തമായി സമരം നടത്താനുള്ള ഒരു നീക്കം ഈ ശ്രമത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിലായിരുന്നു ഓരോ പ്രവർത്തനങ്ങളും. ആദ്യഘട്ടത്തിൽ ചില പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞു, കല്ലേറുണ്ടായി. അതിനുശേഷം വീണ്ടും സംഘടിച്ചെത്തിയ പ്രവർത്തകർ കല്ലേറ് നടത്തി. തുടർന്ന് അത് ആവർത്തിക്കുകയും ചെയ്തു. പോലീസിന് നേരെ തുടർച്ചയായ ഈ കല്ലേറുണ്ടായ സാഹചര്യത്തിലാണ് പോലീസ് ലാത്തി വീശിയതും അതോടൊപ്പം ബാരിക്കേഡുകൾ തകർത്ത് കോളേജിനകത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറായി വന്ന പ്രവർത്തകരെ നേരെ ജലപീരങ്കി പ്രയോഗിച്ചതും മറ്റും. ഏതായാലും ആ രീതിയിലുള്ള വലിയൊരു സംഘർഷ സാഹചര്യം ഇപ്പോൾ മാറിയെങ്കിലും പോലീസിന് നേരെ കല്ലെറിയുന്നത് ഇപ്പോഴും തുടരുകയാണ്. പല പ്രവർത്തകരും കല്ലെടുത്തിട്ട് പോലീസിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയപാത 766 റോഡ് ഉപരോധമായി അത് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും പ്രവർത്തകർ ഈ പ്രദേശത്ത് നിന്ന് കോളേജ് ക്യാമ്പസിന് മുൻപിൽ നിന്ന് ഇപ്പോൾ ദേശീയപാതയിൽ നടക്കുന്ന പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. അനൂപ്, അതുപോലെ തന്നെ ഇവർക്ക് പിന്തുണയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാർച്ചിലുണ്ടോ? കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഉൾപ്പെടെ നേരത്തെ KSU അതോടൊപ്പം MSF നടത്തിയ പ്രതിഷേധങ്ങളിൽ വന്നിരുന്നു. ഈ അക്രമ സംഭവങ്ങളിൽ നേരത്തെ തന്നെ പല വിധത്തിൽ ആരോപണങ്ങൾ ഉയർന്ന കൊലപാതക കേസിൽ ജയിലിൽ കിടന്ന പ്രതികൾ ഉൾപ്പെടെ നേരത്തെ ആരോപിക്കപ്പെട്ട അവർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം ഈ KSU മാർച്ചിൽ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു കോൺഗ്രസിന്റെയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് അക്രമ സംഭവങ്ങൾ നടന്നത്. ഏതായാലും ആ രീതിയിൽ വലിയൊരു പോലീസിന് നേരെ ഒരു വലിയ പ്രതിരോധം അല്ലെങ്കിൽ വലിയ ഒരു ആക്രമണം പോലീസിന് നേരെ നടന്നു. നിരന്തരമായ കല്ലെറിയായിരുന്നു പ്രവർത്തകർ സംഘടിച്ചെത്തിയ പ്രവർത്തകർ ചെയ്തത്. അതേ തുടർന്നാണ് പോലീസ് ഇവരെ സംഘടിതമായി ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ താൽക്കാലികമായി ഈ സംഘർഷത്തിന്റെ അയവുണ്ട് ദേശീയപാത ഉപരോധ സമരത്തിലേക്ക് നീങ്ങുകയാണ് KSU MSF പ്രവർത്തകർ.